ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനോടടുത്ത് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും സുപരിചിതമാണ്. കുഴുവേലിപ്പടി നമുക്ക് മെയിൻ റോഡിൽ നിന്നും, അതായത് ബസ് പോകുന്ന റൂട്ടിൽ നിന്നും വെറും 300 മീറ്റേഴ്സ് 300 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. സൗകര്യങ്ങൾ കൊണ്ടും കണ്ണു നിറയെ കാണാനും എല്ലാം മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് നൽകുന്നത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 13.5 സെന്റിലാണ്. 13.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 5000 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ബിക്കോസ് അത്രയും ടൈം കാണാനുള്ള കാഴ്ചകൾ നമുക്ക് ഈ വീടിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോയിൽ ഒതുക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനകത്തുള്ള കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് ഈ വീടിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ദൂരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, എറണാകുളം ജില്ലയിലെ കാക്കനാട് നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ടാണ്. ഏകദേശം 5 കിലോമീറ്ററോളം മാത്രമാണ് നമുക്ക് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും ഈ ഒരു വീട്ടിലേക്ക് ദൂരം വരുന്നത്. അപ്പോൾ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനോടൊക്കെ അടുത്തായിട്ട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം മാറിയിട്ട് മുനിസിപ്പൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്ക്, അതുപോലെ തന്നെ കാക്കനാട് കളക്ടറേറ്റ്, ഇവിടേക്കൊക്കെ പോകണമെങ്കിൽ 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അതുപോലെ ഇവിടെ നിന്ന് എടപ്പള്ളി സൈഡിലേക്കൊക്കെയാണ് പോകേണ്ടത്, ലുലു മാളിലേക്കാണ് പോകേണ്ടതെങ്കിൽ 9 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു 15 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് എളുപ്പം എത്താവുന്നതാണ്. നമുക്ക് ഈ വീട് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കാം. ഈ വീടിന്റെ ഇത്രയും വലിയൊരു വീടിനെ ഈ ഒരു ചെറിയ ക്യാമറയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് വളരെ ലോങ്ങിൽ നിന്ന് തന്നെ ഈ ഒരു വീടിന്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മുനിസിപ്പൽ ടാർ റോഡിലാണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ മുനിസിപ്പൽ ടാർ റോഡിനെ ഫ്രണ്ടേജ് ആയിട്ടാണ്, ടാർ റോഡിനോട് ഫേസ് ചെയ്തിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ വീട് കണ്ടാൽ ഈ വഴിയിലൂടെ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് അത് നോക്കിയിട്ട് മാത്രമേ പോവുള്ളൂ. കാരണം അത്ര ഭംഗിയുള്ള എലിവേഷനോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് അവർ ചെയ്തിരിക്കുന്നത്. ടാർ റോഡിനോട് ഫേസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയുള്ള ഗേറ്റും മതിലും ഒക്കെ ആയിട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മതിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും വീടിന്റെ കളറും ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറുകൾ മാത്രമാണ് പെയിന്റിങ്ങിനായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. മതിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഗേറ്റുകൾ കാണാം. അതിന്റെ ഡിസൈൻ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് മതിൽ ചെയ്തിരിക്കുന്നത്. മതിലിന്റെ ഓരോ കാണുന്ന പില്ലറുകളിലും മിൽക്കി വൈറ്റ് ഷെയ്ഡിലുള്ള ഭംഗിയുള്ള വലിയ ഷോ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഗേറ്റ് വന്നിട്ട് നമുക്ക് നടന്ന് കയറാനുള്ള സൗകര്യത്തിനും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് കയറാനായിട്ട് മറ്റൊരു വലിയ സ്ലൈഡിംഗ് ഗേറ്റുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റിന്റെ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും മറ്റേ പോർഷൻ വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടും അട്രാക്റ്റീവ് ആയിട്ടും മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ധാരാളം LED ലൈറ്റുകളൊക്കെ ഇട്ട് കുറച്ച് ഓടൊക്കെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്ക്വയർ ട്യൂബിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റൈൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് നമുക്ക് അട്രാക്റ്റീവായ എലിവേഷനോട് കൂടിയിട്ടാണ് ഈ വീടിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ അകത്തുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു വീടിന്റെ ഗേറ്റ് തുറന്നിട്ട് ഇതിന്റെ വിശാലമായൊരു മുറ്റത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ കാണാം, കടപ്പ സ്റ്റോണുകളൊക്കെ വിരിച്ചിട്ട് വളരെ വിശാലമായൊരു മുറ്റമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു
നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡിങ് വരെയുള്ള ഈ ഭാഗങ്ങൾ നിങ്ങൾ നോക്കുക. നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഒക്കെയാണ് ഇവിടെ സ്റ്റോൺസ് വിരിച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി ഈ ഒരു ഭാഗം വരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സ്പേസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 13.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്യാവുന്ന വാഹനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. നമുക്കൊരു 8ഓളം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഈ കാണുന്ന വിശാലമായ മുറ്റത്ത് നമുക്ക് ലഭിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ പാകിയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇവിടെ നമുക്കൊരു കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് കിട്ടുന്നില്ലല്ലോ എന്ന്. നമുക്ക് ഇവിടെ ഒരു 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഒരു കവേർഡ് കാർ പോർച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ കാർ പോർച്ച് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ അത് പ്യൂർലി കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീടിന്റെ ഓണറുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോഡലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും അതൊരു കസ്റ്റമൈസ് ആയിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കാർ പോർച്ച് ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയും വലിയൊരു വീട് നമ്മൾ സ്വന്തമാക്കുമ്പോൾ കുറച്ചൊക്കെ ചോയ്സുകൾ നമുക്കും കാണും. വീട് പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരു ക്ലയന്റിനും തീർച്ചയായിട്ടും ഒരുപാട് ചോയ്സുകൾ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ബിൽഡറോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു കാർ പോർച്ച്, കവേർഡ് ആയിട്ടുള്ള പോർച്ച് നമുക്ക് ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ടോട്ടൽ 8 കാറുകളെ വരെ ഉൾക്കൊള്ളാവുന്ന ഒരു കാർ പോർച്ചാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഇപ്പൊ നമ്മൾ മെയിൻ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം അകത്തോടെ നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ കാണുന്നതാണ് നമുക്ക് കാറുകൾക്ക് കയറാനുള്ള ആ മെയിൻ ഗേറ്റ്. ആ ഒരു ഭാഗത്തൂടെയാണ് നമുക്ക് നടന്ന് വീട്ടിലേക്ക് കയറണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഗേറ്റും വരുന്നത്. നമ്മൾ വീടിനകത്തേക്ക് കയറിയിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തെല്ലാം തന്നെ ഭംഗിയായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ കെട്ടിയുണ്ടാക്കിയിട്ട് അവിടെ എല്ലാം തന്നെ ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് വച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വോക്ക് വേ കിട്ടുന്നുണ്ട്. അതിന്റെ 2 സൈഡിലും നല്ല ഭംഗിയായിട്ടാണ് പുല്ലുകളൊക്കെ വച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ മിഡിലൂടെയാണ് നമുക്ക് ഇതുപോലെ ഒരു വോക്ക് വേ കിട്ടുന്നത്. അപ്പൊ നമ്മൾക്ക് വീട്ടിൽ നമ്മളെ പാരന്റ്സ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ അവർക്കൊന്ന് വീടിന്റെ പുറത്തിറങ്ങി നടക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് പുറത്തു പോയി ഈ ഒരു ട്രാഫിക്കിന്റെ ഇടയിൽ നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ വീടിന്റെ ചുറ്റിനും നടന്നാൽ തന്നെ നമുക്കൊരു നല്ല എക്സസൈസ് ആയി. അപ്പൊ ഈവനിങ് ടൈമിലൊക്കെ നമുക്കൊന്ന് നടന്ന് മൈൻഡ് പ്ലഷർ ആക്കണമെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു വോക്ക് വേ ആണ് ഈ വീടിന്റെ ചുറ്റിനും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വർക്ക് കഴിഞ്ഞതിന്റെ കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാറുണ്ട്. അത് മാത്രമാണ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ മെസി ആയിട്ട് കിടക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് നിറയെ പ്ലാന്റ്സ് ആണ് ഇവിടെയൊക്കെ വച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള ഒരു കറിവേപ്പും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീടിനകത്തേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിലൂടെ പോയിട്ട് ഏകദേശം ഒരു ഹാഫ് പോർഷൻ വരെ നിങ്ങൾ കണ്ടിരുന്നു. ഇനി നമുക്ക് ഈ വഴി ഒന്ന് കണ്ടു നോക്കാം. ഒരു വീടാകുമ്പോൾ അതിന്റെ ചുറ്റിനും സറൗണ്ടിംഗ് ഉള്ള ഏരിയാസ് നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കണമല്ലോ. അപ്പൊ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിറയെ പുൽത്തകടികളൊക്കെ പിടിപ്പിച്ച് അവിടെയൊക്കെ ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് വച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ 2 സൈഡിന്റെ നടുക്കായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് കാണാം. അത് വന്നിട്ട് ഈ വീട്ടിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്ന വെല്ലാണ്. ഒരു വളരെ വലിയ ഒരു കിണറാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ ഒരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് വീഡിയോ ലെങ്ത് ആയാലും കുഴപ്പമില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഓരോ കാഴ്ചകളും ഭംഗിയായിട്ട് തന്നെ കാണുക. അപ്പൊ ഈ കാണുന്ന കിണറിനകത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിനകത്തെ ചെങ്കല്ലാണ്. ഇതിന്റെ മുകളിലുള്ള പോർഷൻ മാത്രമാണ് അവർ സിമെന്റ് റിങ് ചെയ്തിരിക്കുന്നത് സേഫ്റ്റിക്കായിട്ട്. അതിന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ചെങ്കല്ലാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഭൂമിയിൽ നിന്നുള്ള വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം. ബിക്കോസ് നിങ്ങൾക്ക് അറിയാം കാക്കനാട് ഏരിയകൾ നമ്മൾ എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നതാണ് ഏറ്റവും നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഏരിയ ആണ്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് KWയുടെ ഒരു ഓപ്ഷൻ കൂടിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇപ്പൊ നമ്മൾ വരുന്നത് വീടിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡ് നമ്മളൊരു പകുതി വരെയാണ് കണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കടന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ വീടിന്റെ വർക്ക് ഏരിയ സ്പേസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഒരു അലക്ക് കല്ല് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സെർവന്റ് ടോയ്ലറ്റ് കൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് സെർവന്റിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാർ പോർച്ചിലേക്ക് ഈ ഒരു വർക്ക് ഏരിയയിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഫ്ലോറിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ മുകളിലേക്ക് നോക്കിയാലും കാണാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വർക്ക് ഏരിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയായിട്ട് അഡീഷണൽ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. വീടിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി 2 സിങ്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ മൂന്നാമതൊരു പോർഷൻ കൂടി ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ വീടിനകത്ത് സ്മെല്ല് കിട്ടാതിരിക്കാനായിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ വഴി കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ വീടിന്റെ കുറച്ച് മുമ്പ് വന്ന ആ ഒരു ഏരിയയിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വീടിനെ സറൗണ്ട് ചെയ്ത് നമ്മൾ ചുറ്റുമുള്ള ഏരിയകളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. അപ്പോൾ 13.5 സെന്റ് സ്ഥലത്ത് 5000 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ അകത്തുള്ള വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. അതുപോലെ തന്നെ സിറ്റ് ഔട്ട് നിങ്ങൾക്ക് കാണാം. സിറ്റ് ഔട്ട് നല്ല നീളത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 3-4 ചെയർസ് ഒക്കെ ഇടാവുന്ന സ്പേസ് കിട്ടുന്ന രീതിയിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നല്ല മുന്തിയ ഇനമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈ എൻഡ് ആയിട്ടുള്ളതല്ലാതെ ഒരു മെറ്റീരിയൽ പോലും ഈ ഒരു വീട്ടിൽ അവർ യൂസ് ചെയ്തിട്ടില്ല. ഈവൻ അത് ഇവിടുത്തെ ടൈലാണെങ്കിലും ഗ്രാനൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വുഡുകളാണെങ്കിലും എല്ലാം തന്നെ നല്ല ഹൈ എൻഡ് ക്വാളിറ്റി സാധനങ്ങൾ ഇട്ട് മാത്രമാണ് ഈ ഒരു ബിൽഡർ ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റിൽ ഒരു ബ്ലാക്കിൽ ഒരു ചെറിയ വൈറ്റ് ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് നമ്മൾ ഈ ഒരു ഗ്രാനൈറ്റ് പീസിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ മെയിൻ ഡോർ ആണ്. ഇത് വന്നിട്ട് നമുക്ക് സെൻസറിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ഡോർ ആണ്. ബിക്കോസ് നമുക്കിത് തമ്പ് വെച്ചിട്ടോ കാർഡ് വെച്ചിട്ടോ ഒക്കെയാണ് നമുക്കിത് സെൻസർ വഴിയാണ് ഈ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റികളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വളരെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു വീടിന്റെ ഡോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അതിനകത്ത് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു മെയിൻ ഡോർ തുറന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് നേരെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ സ്പേസ് നിങ്ങൾക്ക് കാണാം. ഒരു പാസേജ് പോലെ ഒരു വാക്ക് വേ പോലെയാണ് നമുക്ക് ഈ ഒരു സ്പേസ് കാണാൻ പറ്റുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ലിവിംഗ് ഏരിയ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇവിടുത്തെ ഫ്ലോർ തന്നെ നോക്കാം. നല്ല ഭംഗിയുള്ള പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ചെറിയ ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഉള്ള വലുപ്പത്തിലുള്ള നല്ല വലിയ ടൈലുകളും ക്വാളിറ്റി ഉള്ള ടൈലുകളും ഏറ്റവും വില കൂടിയ ടൈലുകൾ തന്നെയാണ് ഈ ഒരു വീട്ടിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന എല്ലാ വുഡൻ വർക്കുകളും ചെയ്തിരിക്കുന്നത് പ്യൂർലി ടീക്ക് വുഡിലാണ്. നല്ല ഇനം തേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കാണുന്ന എല്ലാ വുഡൻ വർക്കുകളും തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനിലൊക്കെ ചെയ്തിരിക്കുന്ന വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഒറ്റ സ്ട്രെച്ചിലാണ് ഈ ഒരു റൂഫ് അവർ വാർത്ത് പോയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിൽ ഞാൻ എടുത്തു പറയുന്നില്ല, വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനുകളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വിസിബിൾ ആണ്. നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള ഒരു ഷാൻലിയറും അതിനോട് തൊട്ടടുത്ത് തന്നെ വളരെ ചെറിയതായിട്ട് വരുന്ന 2 ഷാൻലിയറുകളൊക്കെ തൂക്കിയിട്ട് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ പകുതിയോളം തന്നെ ആ ഒരു വോള് കഴിഞ്ഞാൽ പിന്നീട് മുകളിലേക്കുള്ള പോർഷൻ നോക്കിയാൽ കാണാം വുഡ് കൊണ്ട് അവർ ഇതുപോലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ്, ഒരു CNC കട്ടിംഗ് പോലുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് വന്നിട്ടും കംപ്ലീറ്റ്ലി ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നമ്മളുടെ ലിവിംഗ് സ്പേസിന്റെ ആ ഒരു വോള് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറച്ച് ഭംഗിയായിട്ടുള്ള വേറൊരു ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെയുള്ള ഫ്ലോർ വന്നിട്ട് വുഡൻ ടൈപ്പ് ഓഫ് ഫ്ലോർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നമ്മളുടെ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാലും കാണാം നല്ല രീതിയിൽ ചെറിയ ഓപ്പൺ ഷെൽഫുകളൊക്കെ ആയിട്ട് ചെയ്തിട്ട് അതിനിടയിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ വീടുകളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്ലാസ് ഡോർ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഭാഗം നമുക്ക് ഇവിടുത്തെ ഒരു ഓഫീസ് ഏരിയ ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഏതൊരു പ്രൊഫഷൻ ചെയ്യുന്നവർക്കാണെങ്കിലും അവർക്കൊരു ഓഫീസ് റൂം എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ടേബിൾ അറേഞ്ച് ചെയ്ത ഒരു ഓഫീസ് സ്പേസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നിട്ട് നമ്മൾ നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ മെയിൻ ഡോറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ ഒരു ഓഫീസ് പർപ്പസ് നമുക്ക് നടത്തണമെങ്കിൽ സൈഡിലൂടെ ഒരു ഡോറായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. വളരെ ഐഡിയാപരമായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു ഓഫീസ് പർപ്പസിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു റൂമിലേക്ക് നമ്മളെ കാണാൻ വരുന്നവർക്കായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നമുക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഏരിയ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം വളരെ വലിയ ഒരു സ്പേസ്, വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ള വളരെ വലിയ ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നത്. ഒരു 12 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് തന്നെയാണ്. ബിക്കോസ് നമുക്ക് ഇവിടെ റൂമുകളിൽ കോട്ട് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള ഒരു സോഫ സെറ്റ് ഇവിടെയുണ്ട്, ഒരു ഡൈനിങ് ടേബിൾ ഇവിടെയുണ്ട്. ഇതെല്ലാം തന്നെ ഓൾറെഡി ഇവിടെ അറേഞ്ച്ഡ് ആണ്. അപ്പം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ടേബിൾ വന്നിട്ട് ആക്ച്വലി ഇവിടേക്ക് ഇടാനുള്ള ഡൈനിങ് ടേബിൾ ആണ്. ഈ ഒരു ഡൈനിങ് ടേബിളിൽ നമുക്ക് 6 പേരെ മാത്രമാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ശരിക്കും നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാളിൽ 12 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്.
ഈ ഒരു ഡൈനിങ് ഏരിയ കഴിഞ്ഞാൽ അവിടെ നിന്ന് എൽ ഷേപ്പിൽ ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഒരു സോഫ സെറ്റി കിടക്കുന്നുണ്ട്. നമുക്ക് ടി വി ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ഒരു വോൾ ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ രണ്ട് സൈഡിലും വന്നിട്ട് നിങ്ങൾക്ക് കാണാം മൾട്ടിവുഡ് കൊണ്ട് ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ ചെയ്തിട്ടാണ് ടി വി വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയുള്ള ഈ ഭാഗമാണെങ്കിൽ നോക്കിയാൽ കാണാം നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ കബോർഡുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു ഡോറ് കാണാം. നമുക്ക് ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് കാണുന്നത് ഒരു ഷട്ടർ ആണ്. ആക്ച്വലി നമുക്ക് ഈ ഷട്ടർ ഇവിടെ നിന്ന് പിടിച്ച് മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീടിന്റെ പുറത്തേക്കുള്ള ആ ഒരു ഭാഗത്തേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. അവിടെ നമുക്കൊരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവനിങ് ടൈമൊക്കെ നമുക്ക് ഒരു ടീ ഒക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയാം. എസ്പെഷ്യലി മഴയുള്ള സീസൺ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയേണ്ട. മഴയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് വളരെ ഭംഗിയായിരിക്കും. അതിന്റെ മുകളിലും അവർ റൂഫിംഗ് എല്ലാം തന്നെ ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ട് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്ന ആ ഒരു സ്പേസ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. അത് വന്നിട്ട് ആക്ച്വലി ആ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് അവരങ്ങനെ ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചില പഴയ വീടുകളൊക്കെ ട്രഡീഷണൽ മോഡൽ ചെയ്യുന്ന വീടുകളൊക്കെ നമുക്ക് അകത്തളം എന്ന് നമ്മൾ പറയാറുണ്ട്. അകത്തളം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൺലൈറ്റും മഴയൊക്കെ നമുക്കൊന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ്. അതിന് വേണ്ടിയിട്ടാണ് പഴയ വീടുകളിലൊക്കെ അകത്തളം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ സെയിം കോൺസെപ്റ്റിനെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചൊരു ഭാഗം താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഗ്രാസ് ഒക്കെ പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഫിഷിന് വേണ്ടിയിട്ടുള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും. ബിക്കോസ് ഈ ഒരു ഭാഗത്തായിട്ട് അവർ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് നിങ്ങൾ നോക്കുക. അപ്പോഴാണ് നമുക്ക് ആക്ച്വലി ആ കാഴ്ചകളെല്ലാം തന്നെ ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ. മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ വുഡ് കൊണ്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഏറ്റവും ടോപ്പ് എൻഡിലും ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ വീടിനകത്തേക്ക് സൺലൈറ്റ് കടക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. അതുപോലെ മഴ പെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരിക്കും ഇതിന്റെ മുകളിലുള്ളത്. അതുപോലെ വളരെ ഭംഗിയായിട്ടാണ് അകത്തളം മോഡലിൽ ഇങ്ങനെ ഒരു ഏരിയ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വീണ്ടും നിൽക്കുന്നത് ഈ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിന്റെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡൈനിങ് സ്പേസിന്റെ മുകളിലാണെങ്കിലും അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടി വി വെക്കാനുള്ള ഒരു ടി വി യൂണിറ്റിന്റെ ഏരിയയുടെ മുകളിലേക്ക് നോക്കിയാലും കാണാം നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. രണ്ട് ഫാനുകളും ഈ രണ്ട് ഏരിയയിലുമായിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഒറ്റ ഒരു പാളിയിൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ കാണുന്ന ഒരു ഡോറ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ഭംഗിയായിട്ട് ഡിസൈനോട് കൂടി തേക്കിൽ ഡിസൈൻ ചെയ്ത ഒരു കട്ടിലാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തതിന് ഒരു ചെറിയൊരു ഡ്രോയോട് കൂടി ഒരു ടേബിളും ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വാർഡ്രോബ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വോളിന്റെ കംപ്ലീറ്റ് ഏരിയ ഫുൾ ആയിട്ട് തന്നെ വാർഡ്രോബിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അത് നല്ല പ്യുവർ ആയിട്ടുള്ള ടീക്ക് വുഡിലാണ് ഈ കാണുന്ന അലമാരി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് ചെറുതും വലുതുമായി ഓപ്പൺ ചെയ്യാവുന്ന ഒരു 3 വിൻഡോസ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് ഷെൽഫ് ഫെസിലിറ്റിയോട് കൂടിയിട്ടും മിററോട് കൂടിയിട്ടും ഒക്കെയാണ് വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. അതിന്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും കിട്ടുന്നുണ്ട്. ഈ റൂമിന്റെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ കാണാം വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇതിന്റെ റൂഫിലൊക്കെ കാണാനുള്ളത്. ഇവിടുത്തെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ മിനിമൽ ആയിട്ട്, പക്ഷെ ആ ചെയ്തിരിക്കുന്ന വർക്കുകൾ വളരെ സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രം LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് റൂഫിൽ വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തെല്ലാം തന്നെ നല്ല മുന്തിയിനം ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിനകത്ത് ഓൾറെഡി ഇവിടെ ഒരു കോട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു റൂമിൽ കട്ടിലിട്ട് കഴിഞ്ഞാലും ബാക്കി എത്രമാത്രം സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാം. ഇപ്പോഴത്തെ ഒരു വീടുകൾ നോക്കിയാൽ നമുക്ക് കാണാം ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനോ ഒക്കെ സ്പേസ് വളരെ കുറവാണ്. അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ബിൽഡർ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വലിയ ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഡൈനിങ് ഹാളിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് വാഷിംഗ് കൗണ്ടർ ആണ്. ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മളെ വെൽക്കം ചെയ്യുന്നത് മുകളിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ ഭംഗിയുള്ള ഫെദർ ഡിസൈനുകൾ വരുന്ന ഒരു വളരെ വലിയ ഒരു ഷാൻലിയർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്.
ഈ ഒരു വാഷിംഗ് കൗണ്ടർ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനോട് കൂടി ടൈലുകളൊക്കെ ഒട്ടിച്ച് മൾട്ടിവുഡിന്റെ വർക്കുകളൊക്കെ ചെയ്തൊരു സെപ്പറേറ്റ് ഏരിയയിലാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ജാഗ്വാറിന്റെ ഒരു വളരെ വലിയ ഒരു വാഷ് ബേസിൻ തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നല്ല ടോപ്പ് ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് പീസാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴെയാണെങ്കിലും കാണാം കബോർഡുകളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ആ ഒരു ഏരിയയും ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. നമുക്കിനി താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ആ ഒരു തേക്കിൽ തീർത്ത ഭംഗിയുള്ള ഡിസൈനോട് കൂടി ഒരു കട്ടിൽ ഇവിടെ കാണാവുന്നതാണ്. ഇവിടുത്തെ റൂഫിലെ വർക്കുകളൊക്കെ നോക്കുക. റൂഫിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ഈ ഒരു കോട്ടിന്റെ അവിടെ വരെ എൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് ഈ ഒരു റൂഫിലുള്ള വർക്കുകളിലൊക്കെ തന്നെയായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെല്ലാം തന്നെ LED സ്ട്രിപ്പുകളൊക്കെ കടന്നു പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിലും അതുപോലെ തന്നെ അതിന്റെ സൈഡിലും ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കിയാലും കാണാം റൂമിലേക്ക് ആവശ്യത്തിന് വെളിച്ചം കടക്കുന്ന രീതിയിൽ ധാരാളം വിൻഡോസ് ആണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ കംപ്ലീറ്റ് ആയിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് സാധാരണ നോക്കുന്ന വീടുകൾ, നമ്മൾ കാണുന്ന വീടുകളിലൊക്കെ ഏറ്റവും മാക്സിമം പോയാൽ 3 ഡോറിന്റെ ഒരു വാർഡ്രോബാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയിട്ട് ഓരോ ഡോറുകളും ഇങ്ങനെ 2 ആയിട്ട് ഓപ്പൺ ചെയ്യാം. എല്ലാം അത് നിങ്ങൾക്ക് 2 ഹാൻഡിൽസ് കാണാം. ഇതെല്ലാം നമുക്ക് 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ എല്ലാം തന്നെ ഏകദേശം ഒരേ മോഡൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റൂമിലെ പോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിനകത്തും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ ഇതുപോലെ ആക്ച്വലി ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് കിച്ചണിന്റെ ഒരു ഭാഗം വന്നിട്ട് ഓപ്പൺ ആയിട്ടുമാണ്. നമുക്ക് അകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഒരു ഹാഫ് ഗ്ലാസ്സിലും ഹാഫ് വുഡിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഡോറ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ നേരെ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ഇതുപോലെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിച്ചൺ കവേർഡ് ആണെങ്കിൽ പോലും ചെറുതായിട്ട് നമുക്കൊരു ഓപ്പൺ കിച്ചൺ ആണെന്ന് പറയാം. നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു വഴിയിലൂടെ എളുപ്പത്തിൽ ഡൈനിങ് ടേബിളിലേക്ക് എത്തിക്കാവുന്നതാണ്. കിച്ചൺ ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ കാഴ്ചകളും കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയയിലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ടൈലുകളൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയായിട്ടുള്ള ടൈലുകളും ഡിസൈൻ വരുന്ന ടൈലുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരുപാട് കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഫേബറിന്റെ ഒരു നല്ല ചിമ്മിണി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഫേബറിന്റെ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഗ്യാസ് സ്റ്റവ് വരുന്നത്. ഇൻബിൽറ്റ് ആയിട്ട് അതും ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട്. കിച്ചന്റെ ഒരു ടോപ്പ് സ്ലാബ് വന്നിട്ട് നല്ല വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ടും നമ്മുടെ റൂമിന്റെ പാസേജ് സൗകര്യത്തെ ഒന്നും തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഫ്രിഡ്ജിലിരിക്കാൻ വേണ്ടിയിട്ടും സെപ്പറേറ്റ് ഒരു ഏരിയ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഒരുപാട് വിൻഡോസ് ആണ് ചുറ്റിനും നമുക്ക് കിട്ടുന്നത്. കിച്ചണിന്റെ റൂഫിലാണെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് അവിടെ മിഡിലായിട്ടൊരു ഫാൻ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ തുറന്നിറങ്ങുന്ന ഈ ഒരു ഡോറ് വന്നിട്ട് ഇവിടുത്തെ സെക്കൻഡ് കിച്ചണിലേക്കാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് കിച്ചൺ പോലെ തന്നെ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് സെക്കൻഡ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ 2 ഭാഗത്തും നല്ല രീതിയിൽ തന്നെ കബോർഡുകളായിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഴയ രീതിയിൽ അടുപ്പൊക്കെ കത്തിക്കാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മുടെയൊക്കെ മനസ്സിലുള്ളൊരു സ്വപ്നമാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിലൊക്കെ വെച്ച് സാധനങ്ങളൊക്കെ പാചകം ചെയ്യുന്ന ആ ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു പുകയില്ലാത്ത അടുപ്പ് കൂടി ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിന്റെ ഒരു ഡോറ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോറ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നേരെ വരുന്നതിന്റെ പുറത്തേക്കാണ്. നമ്മൾ അവിടെ ഓൾറെഡി കണ്ടതാണ്. അലക്ക് കല്ല് കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ ഇവിടെയും നമുക്കൊരു ചെറിയ ഡോറ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോറ് തുറന്നിറങ്ങുന്നത് നമ്മൾ നേരെ പുറത്തേക്ക് പോകുള്ള ആ ഒരു വാക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറയുന്ന ആ ഒരു പാസേജിലേക്കാണ്. അപ്പൊ നമ്മൾ ഈ വീടിന്റെ താഴെയുള്ളതും സറൗണ്ടിങ് ഉള്ളതുമായ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
മുകളിലേക്കുള്ള സ്റ്റെപ്പ് നമ്മൾ കയറി വരുന്ന സമയത്ത് ഈ കാണുന്ന സ്റ്റെപ്പിന്റെ പടികളെല്ലാം ഹാൻഡിൽസ് എല്ലാം കംപ്ലീറ്റ്ലി തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മുകളിൽ എത്തുന്നത് വരെ എല്ലാം തന്നെ ഇതിനകത്ത് ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആക്കി കവർ ചെയ്തിട്ട് തന്നെയാണ് മുകളിൽ എത്തുന്നത് വരെ ഹാൻഡ് റൈൽസിനുള്ളിലുള്ള ഭാഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം വുഡൻ ടൈപ്പ് ഓഫ് ടൈൽ തന്നെയാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ഇവിടെ ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന ധാരാളം കബോർഡുകൾ ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ആണ്. ഇവിടെ ഇരിക്കാനും നമുക്ക് യൂസ് ചെയ്യാം. എന്റെ ഈ ഒരു ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു വളരെ വലിയൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സൺലൈറ്റ് അകത്തേക്ക് കടക്കാനായിട്ട് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടഫ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള നല്ല തിക്നെസ് ഉള്ള ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കയറി പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാലും കാണാം ഭംഗിയുള്ള ഷോ ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറുന്ന അവിടെ തുടങ്ങി നിങ്ങൾ നേരെ റൂഫിലേക്ക് നോക്കിയാൽ ഒരുപാട് കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാത്തിരിക്കുന്നത്. മുകളിലൊക്കെ നല്ല ഭംഗിയുള്ള വുഡൻ വർക്കുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം തന്നെ ഭംഗിയുള്ള 3 ഷാൻലിയറുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കി നിന്ന് പോകാൻ തോന്നുന്ന ടൈപ്പ് ഓഫ് വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ ആ ഷാൻലിയറും ഒക്കെ. സ്റ്റെപ്പ് കയറി നമ്മളിവിടെ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ താഴത്തെ ലിവിംഗ് സ്പേസിന്റെ കണ്ടിന്യൂഷൻ ആണ്. നേരെ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. ഇവിടുത്തെ ഈ ഒരു ബാൽക്കണിയിലേക്കുള്ള ഡോറിന്റെ ഇതൊക്കെ ഈ ഡോർ തുറക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡോറിൽ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. വളരെ കട്ടിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരത്തിലാണ് നമ്മൾ പിടിക്കുന്നത് എന്നുള്ള ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് തന്നെ. ബാൽക്കണി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഏരിയ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഹാൻഡ് റൈൽസ് എല്ലാം തന്നെ വുഡൻ ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്ത് നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ്. ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ കുറച്ച് സ്പേസ് ആണ് വേക്കന്റ് ആക്കിയിട്ട് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി എന്ന് പറയുന്നത് നമുക്ക് വീടിന്റെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പുറത്തേക്കുള്ള നമ്മളുടെ വീടിലേക്കുള്ള എൻട്രൻസ് മെയിൻ റോഡ് മുനിസിപ്പൽ റോഡിനെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് കിട്ടുന്നത്. ബാൽക്കണിയുടെ മുകളിലൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാൽക്കണി കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് കിട്ടുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം നമുക്ക് ഇവിടെ ഇടാനുള്ള ചെയർസ് ഒക്കെ ഓൾറെഡി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ബിൽഡർ എല്ലാം തന്നെ ഓൾറെഡി അറേഞ്ച്ഡ് ആണ്. ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാനുള്ള ചെയർസ് ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് ഇടാനുള്ള സോഫ സെറ്റീസ് ആണെങ്കിലും എല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ച് ഇതെല്ലാം എവിടെ അറേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ തീരുമാനിക്കുന്ന ഡ്യൂട്ടി നമുക്കിനി ഉള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗത്ത് അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെയാണ് TV വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് വുഡൻ ബേസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിലൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഷാൻലിയറുകളും ഫാനും എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ആ ഒരു റൂഫ് ഭംഗിയാക്കിയിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ഹാൻഡ് റൈൽസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ്ലി കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് താഴെ നോക്കിയാൽ നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വീടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലിവിംഗ് സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. ഇനി മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ ഓരോ പ്രാവശ്യം എടുത്ത് പറയുന്നില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് തേക്കിൽ തീർത്തിരിക്കുന്ന കട്ടില് വരുന്നത്. അതിന്റെ 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാണുന്ന വിൻഡോ നല്ല ലെങ്തി ആയിട്ടുള്ള വിൻഡോ ആണ്. ഈ വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ്. അതൊക്കെ കാണിച്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോ വീണ്ടും ബോറാക്കുന്നില്ല. അപ്പൊ ഇതിലൂടെ നമുക്ക് വീടിന്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ഇത്രയും വലിയ ഒരു വിൻഡോസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ താഴെ കണ്ടതുപോലുള്ള ആ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കട്ടിൽ നിങ്ങൾ റൂമിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ആ സെയിം ഓരോ റൂമിലുള്ള കട്ടിലിനൊക്കെ ഓരോ ഡിഫറൻസ് ആയിട്ടുള്ള മോഡലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിലും ഫാനും ലൈറ്റ് ഫെസിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഭംഗിയായിട്ടുള്ള റൂഫ് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളിലുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം ഫെസിലിറ്റി ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സാനിറ്ററി എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ വരുന്നത് ജഗ്വാറിന്റെയാണ്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ബാത്റൂം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് ഹൈലി ആയിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് സാധനങ്ങൾ മാത്രമാണ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സ്വന്തം താമസിക്കുന്ന ഒരു പർപ്പസിന് ഒരാൾ എങ്ങനെ ചെയ്യുന്നു, ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും കൊടുക്കാതെയാണ് ഈ ഒരു ബിൽഡർ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ എടുത്തു പറയാനുള്ളത് കാരണം നമുക്കൊരു വീട് പല രീതിയിൽ ചെയ്യാം, പക്ഷെ എല്ലാ സാധനങ്ങളും ഹൈ ക്വാളിറ്റിയുടെ ഇട്ട് അങ്ങനെ ഒരു വീട് ചെയ്യാന്ന് പറയുന്ന ബിൽഡേഴ്സ് വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്നും ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോർ കൂടി നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വളരെ വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഒരു ഏരിയ കാണാം. ഇത് നമ്മൾ ഡൈനിങ് ഹാളിനടുത്തായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. നമുക്ക് അകത്തളം പോലെ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് റൂഫാണ് വിസിബിൾ ആയിട്ടുള്ളത്. ആ ഒരു ഏരിയയുടെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. ഇതിന് ചുറ്റിനും നമുക്ക് നടക്കാവുന്ന രീതിയിലൊക്കെ വളരെ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് നോക്കിയാലും കാണാം, കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഭാഗമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ആയിട്ടാണ് പൈപ്പ് കണക്ഷനും അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഈ ഭാഗത്തൊരു പൈപ്പ് ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കവേർഡ് ആയിട്ടൊരു ഡോർ കാണാം. ഇത് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ഈ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കംപ്ലീറ്റ്ലി കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, റെഡിമെയ്ഡ് അല്ല. ഈ ഒരു റൂഫ് നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് മുകളിൽ എത്തുന്നത് വരെയുള്ള ഭാഗത്തെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ടെറസ് ആക്ച്വലി ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് നമുക്ക് ടെറസിന്റെ മുകളിൽ കാണുന്ന ഒരു ഷേപ്പുള്ള ഒരു ഏരിയ ഉണ്ട്. അതിന് താഴെയൊക്കെ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ബെഡ്റൂം കൂടെയാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമുകളെ പോലെ തന്നെ അതിനേക്കാൾ ഒരുപടി വലുപ്പം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ, വളരെ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരു വലിയ കോട്ട് ഇവിടെ വിസിബിൾ ആണ്. അതുകൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബുകളെ വരുന്നത്. വാർഡ്രോബ് കഴിഞ്ഞു വരുന്ന ആ ഏരിയയിൽ നമുക്ക് ഇതുപോലുള്ള കുറച്ച് ഓപ്പണിങ്സ് കാണാം. വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിൻഡോസ് തുറന്നാൽ നമുക്ക് ഈ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെയും നമുക്കൊരു ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മളുടെ വീടിന്റെ ഒരു സൈഡിലേക്കുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്തത്. ഒരുപാട് നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന ഒരു വീടും സ്ഥിതി ചെയ്യുന്നത്. നമ്മളെപ്പോൾ ഒരു വീട് ഓപ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് കമ്മ്യൂണിറ്റി ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ വിൻഡോസ് കണ്ടു. വിൻഡോസ് കഴിഞ്ഞ് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ ടേബിളും ഇത് മാത്രമല്ല, വലിയൊരു ഏരിയ തന്നെയാണ് അതിനുവേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സിംഗിൾ വിൻഡോയും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ബെഡ്റൂമിന്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് നിങ്ങൾക്ക് റൂഫിൽ കാണാൻ പറ്റുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ വുഡൻ പാനലിങ്ങുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ റൂഫിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിന്റെ പോലെ തന്നെ കളർ കോമ്പിനേഷൻസ് എല്ലാം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ജഗ്വാറിന്റെ തന്നെയാണ് എല്ലാ യൂണിറ്റ്സും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലി അറിയേണ്ടത് ഈ വീടിന്റെ പ്രൈസ് എത്രയാണെന്നും അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഓൾറെഡി നമ്മൾ പറഞ്ഞു എത്ര ബെഡ്റൂം ആണെന്നും ലാൻഡും ഒക്കെ പറഞ്ഞു. എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒന്നുകൂടി ഇനി ഒന്ന് അറിയേണ്ടത്. ഞാൻ പറഞ്ഞു, ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ഒക്കെ മാറിയിട്ട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ മെയിൻ റോഡിൽ നിന്നും വെറും 300 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. നമുക്ക് മുനിസിപ്പൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ടാർ റോഡിനെ ഫേസ് ചെയ്ത് ആര് കണ്ടാലും വന്ന് നോക്കി പോകുന്ന ഒരു ചന്തത്തിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന വീട് 13.5 13.5 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 5000 ആണ്. 5000 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. ഒരു വലിയ കിണറാണ് നമുക്ക് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് KWയുടെ വാട്ടറും കൂടിയാണ്. നമുക്ക് ഏകദേശം 8 കാറുകൾക്ക് വരെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഇതിന് കാർ പോർച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ഓഫീസ് സ്പേസ് കൂടി ഈ ഒരു വീട്ടിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള കാക്കനാടിനോട് ഇത്രയും അടുത്ത് കിടക്കുന്ന ഇൻഫോ പാർക്കിലേക്ക് വെറും 6 കിലോമീറ്റർ മാത്രമുള്ള ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3,80,00,000.
3 crore and 80 lakhs ആണ് ഈ കാണുന്ന വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ്. അത് ഒരുപാടൊന്നും നെഗോഷ്യബിൾ അല്ല, ബിക്കോസ് ഇത്രയും സൗകര്യങ്ങളോടുകൂടി ഇത്രയും ഹൈ എൻഡ് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത്. അപ്പൊ അതിനേക്ക് നമ്മൾ വില കുറച്ച് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരു മിനിമം മാനേഴ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ 3,80,00,000 എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നമുക്ക് ഓണറായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക, വീട് സ്വന്തമാക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ എല്ലാവർക്കും അറിയാലോ, എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലുള്ള മനോഹരമായ വീടുകൾ സ്വന്തമാക്കുന്നതിനും കാണാനും ഒക്കെ ആയിട്ട് മാർബിൾ ഹോംസ് സ്ഥിരമായിട്ട് കാണുക. എന്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും ഫോളോ ചെയ്യുക. അപ്പൊ അടുത്ത ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.